ഇന്ന് ഞാൻ കുറച്ച് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു 2 സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഏകദേശം ഒരു 3/4 കപ്പ് ഉണ്ടാവും. ചിക്കൻ കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുക, എന്നാലേ നമുക്ക് വെന്ത് വരുമ്പോൾ ആ ഒരു ഇതായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ചെറുതാക്കി കട്ട് ചെയ്യുക. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ചിക്കൻ ഒന്ന് കളർ മാറി വരും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക, കാരണം ഇനി ചിക്കൻ വേവാനുള്ളതാണ്. അപ്പോൾ 3 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിക്ക് പകരം നോർമൽ മുളക് പൊടി തന്നെ എടുത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് സോസാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സോസൊക്കെ കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മസാലക്ക്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ മുളക് പൊടി പകരം ചേർത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കൂടെ ഞാൻ 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ നമുക്ക് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെയ്യണം സോസ് ഒഴിച്ചതിന് ശേഷം. ഇപ്പോൾ സോസ് അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ നന്നായിട്ട് കുറച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് അത്രേ വേണ്ടി വരുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാളയും അതേപോലെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കവും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം വഴറ്റൊന്നും വേണ്ട. ജസ്റ്റ് ആ ഉള്ളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടി മസാലയൊക്കെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് 2 മുട്ടയാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് പിന്നെ ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കാൻ നോക്കുക. അതാണ് കുറച്ചും കൂടി നന്നാവുക ചെയ്ത് വരുമ്പോൾ. അതുപോലെ തന്നെ മിൽക്ക് ബ്രെഡ് എടുക്കാണ്ടിരിക്കുക. മാക്സിമം സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കാൻ നോക്കുക. അതിന് ഒട്ടും കിട്ടില്ലെങ്കിൽ മാത്രം മിൽക്ക് ബ്രെഡ് എടുത്താൽ മതി. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു 1.5 ടീസ്പൂണോളം മസാല വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡിൽ നമുക്ക് മൈദ ഒന്ന് കലക്കിയത് തേച്ച് കൊടുക്കുക. മൈദ പേസ്റ്റ് ആക്കില്ലേ, ഒരു 2 ടീസ്പൂൺ മൈദയിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുത്തതാണ്. അപ്പോൾ 4 സൈഡും മൈദ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ചീസ് വെച്ച് കൊടുക്കാം. ചീസ് ഉള്ളത് കൊണ്ട് ഞാൻ വെച്ചെന്നേ ഉള്ളൂ. പക്ഷേ അത് അടിപൊളിയാണ് കഴിക്കാനായിട്ട്. കുട്ടീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ചീസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചീസ് ഇല്ലാണ്ടും ചെയ്യാം കേട്ടോ. ഞാൻ 2 രീതിയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബ്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. സൈഡ് നന്നായിട്ട് ഒട്ടും നമ്മൾ മൈദ വെച്ചതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരെണ്ണം ചീസ് ഇല്ലാണ്ടും ചെയ്യാം. ഞാൻ ആകെ 2 എണ്ണം മാത്രമേ ചീസ് വെച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ, മോനിക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ചീസ് ഇല്ലാണ്ടാണ് ചെയ്തത്. അത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ചീസൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ 4 സൈഡിൽ നമ്മൾ മൈദ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പേസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാലയൊന്നും പുറത്തോട്ട് പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം മാത്രം വെച്ചിട്ട് 4 സൈഡ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനും പറ്റും. ഇതാകുമ്പോൾ കുറച്ചും കൂടെ സേഫാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് 4 സൈഡിൽ ഇതാക്കിയതിന് ശേഷം അടുത്ത ബ്രെഡ് വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനൊരു കോട്ടിങ് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മുട്ടയൊന്ന് മുക്കി വെച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് മുക്കി കൊടുക്കാം. ഒരുപാട് നേരം വെക്കരുത്, ബ്രെഡ് ആയതുകൊണ്ട് സോഫ്റ്റ് ആയി പോകും. പെട്ടെന്ന് തന്നെ മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നമുക്ക് പൊതിഞ്ഞെടുക്കാം. നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ ബ്രെഡ് തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പൊരിച്ച് വരുന്ന സമയത്ത് പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ഓയിലൊന്നും വേണ്ട. നമുക്കിത് ജസ്റ്റ് ഒരു സൈഡൊന്ന് മുങ്ങാൻ മാത്രം ഓയിൽ മതി.
അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഫ്രൈ പാൻ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രൈ പാനിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതൊന്ന് ഒരു മീഡിയം ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 എണ്ണം മാത്രമേ ഇടുന്നുള്ളൂ. ഒരുപാട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യരുത്, കാരണം ബ്രെഡാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത് ഒത്തിരി നേരമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഉള്ളിലൊക്കെ എല്ലാം വെന്തിട്ടുള്ളതല്ല, അപ്പോൾ ഒരുപാട് നേരമൊന്നും വെക്കണ്ട. അതുപോലെ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് എളുപ്പമാവാൻ വേണ്ടിയിട്ട് നമ്മൾ മേലെ കുറച്ച് ഓയിൽ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാർഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഇതുപോലെ 2 സ്പൂൺ വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് നോമ്പിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ, അല്ലാതെ നമുക്ക് പരത്തെ കുഴക്കെ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ 2 സൈഡും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യാൻ നോക്കുക, കാരണം നമ്മൾ തീ ഒരുപാട് കുറച്ച് കഴിഞ്ഞാൽ ബ്രെഡാണ് ഉള്ളിൽ എണ്ണ കുടിക്കും. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയൊന്നും ഒട്ടും കുടിക്കില്ല, നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 എണ്ണം തന്നെ ഞാൻ രണ്ടാമത് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നോമ്പാവാൻ വെയിറ്റ് ചെയ്യുന്നു വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വൈകുന്നേരം കുട്ടീസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചിക്കനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്നും എടുത്ത് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ പുറമൊക്കെ അത്യാവശ്യം ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. ഇത് ഞാൻ ചീസ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ കുട്ടീസിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, അവരെന്തായാലും കഴിച്ചോളും. കാരണം കുട്ടീസിന് സ്പെഷ്യലായിട്ട് ചീസ് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ചീസ് ഉള്ളവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറഞ്ഞു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നാലേ ഞാൻ എന്നും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.